സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ സ്വർണം കണ്ടെത്തി, അതായത് ശബരിമലയിൽ നിന്ന് കവർന്നെടുത്ത് മോഷ്ടിച്ചെടുത്ത് വിൽപ്പന നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകയിലെ ബെല്ലാരിയിലെ വ്യാപാരിക്ക് വിറ്റ സ്വർണം ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പിനിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സമഗ്രമായി തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ കമലേഷ് തെക്കേക്കാട് കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. കമലേഷ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിനിഷ. കൊള്ളക്കാരെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യലിലൂടെ കസ്റ്റംസ് വിളിച്ചു വരുത്തിയായാലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയാലും ചോദ്യം ചെയ്യലിലൂടെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, അതിനുവേണ്ട തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. തെളിവെടുപ്പ് പല ഭാഗങ്ങളിലായി ചെന്നൈയിൽ എത്തിക്കുന്നു, ഇന്നലെ ബംഗളൂരിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നു. കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റു പ്രതികളെയും ഒക്കെ എത്തിച്ച തെളിവെടുപ്പ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണം കണ്ടെത്തിയെന്ന നിർണായക വിവരം ഇന്നലെയാണ് വന്നത്. ഇനി ആ സ്വർണം കോടതിയുടെ മുൻപാകെ എന്തായാലും ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്ന തെളിവെടുപ്പ് അടക്കമുള്ള തുടർ നടപടികൾ, അന്വേഷണത്തിൻ്റെ ഒരു ക്രമീകരണങ്ങളൊക്കെ ഏത് രീതിയിലാണ്? വിനിഷ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചോദ്യം ചെയ്യൽ തന്നെയാണ്. ചോദ്യം ചെയ്യലിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം തെളിവെടുപ്പിലേക്ക് കടന്നിട്ടുള്ളത്. തെളിവെടുപ്പ് ഇപ്പോൾ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും അതുപോലെ തന്നെ ബംഗളൂരുവിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കർണാടകയിലെ ബെല്ലാരി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനം ഈ ബെല്ലാരിയിലുള്ള ഗോവർദ്ധൻ എന്ന സ്വർണ്ണ വ്യാപാരി, അതുപോലെ തന്നെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ഈ രണ്ടുപേരെയും സാക്ഷികളാക്കാനാണ് അന്വേഷണ സംഘം നിലവിൽ ആലോചിക്കുന്നത്. ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ ഈ കൽപേഷ് ഉൾപ്പെടെ, അതായത് സ്വർണം കൈമാറിയത് കൽപേഷിനാണ് എന്നതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ഈ മൊഴി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെന്നൈയിലും ബംഗളൂരുവിലും ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഹൈദരാബാദിലെത്തി തെളിവെടുപ്പിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതകൾ കൂടിയാണ് അന്വേഷണ സംഘം നിലവിൽ ആലോചിക്കുന്നത്. ഏതായാലും ഈ 109 ഗ്രാം സ്വർണം, അതായത് ഇതിൻ്റെ ഈ സ്വർണം ഉരുക്കി മാറ്റിയതിൻ്റെ പണിക്കൂലിയായി നൽകിയ 109 ഗ്രാം സ്വർണം കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്. അക്കാര്യങ്ങൾ കൂടി, അതിലേക്ക് കൂടിയാണ് ഇനി അന്വേഷണ സംഘം കടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 109 ഗ്രാം സ്വർണം തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനൊപ്പം ഇനിയിപ്പോൾ മുന്നിലുള്ളത് ഈ രണ്ട് പ്രതികളെയും, അതായത് മുരാരി ബാബു ഉൾപ്പെടെയുള്ള പ്രതികളും അറസ്റ്റിലായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. ഈ മാസം 30 വരെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഉള്ളത്. അതിനുള്ളിൽ തന്നെ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ടെങ്കിൽ അതും പൂർത്തിയാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ 30-ാം തീയതി ആകുന്നതിന് മുൻപ് തന്നെ മുരാരി ബാബുവിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു ഇടപെടലാണ് അന്വേഷണ സംഘം നടത്തുന്നത്. 28-ാം തീയതി വീണ്ടും മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഘട്ടത്തിൽ കസ്റ്റഡി അപേക്ഷ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഒന്നുകൂടി ഈ കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ച് കസ്റ്റഡിയിൽ ലഭിക്കുമോ എന്ന് ആണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുണ്ട് എന്നതാണ് നിലവിലെ പ്രധാനപ്പെട്ട സാഹചര്യം. ഏതായാലും ഈ അന്വേഷണം വളരെ കൃത്യമായി ത്വരിതഗതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുന്നു. ഈ ആളുകളെയെല്ലാം തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകളെ എല്ലാം തന്നെ നേരിട്ട് കണ്ട്, അതായത് ഈ ചെന്നൈയിൽ നടത്തിയ തെളിവെടുപ്പിനിടെ ഈ CEO പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരിൽ നിന്നുൾപ്പെടെ മൊഴികൾ ശേഖരിച്ചിട്ടുണ്ട്, മറ്റ് കാര്യങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ കൃത്യമായ ത്വരിതഗതിയിലുള്ള വളരെ സൂക്ഷ്മതയോടെയുള്ള അന്വേഷണം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി നടക്കുന്നത്. ഇനിയിപ്പോൾ മുരാരി ബാബുവിനെ കൂടി 28-ാം തീയതി കസ്റ്റഡിയിൽ വാങ്ങുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളാണ് അവർ ക്രമീകരിക്കുന്നത്. വിനിഷ.